ഉപ്പുതറ കാക്കത്തോടിലെ കാട്ടാന ശല്യത്തിനെതിരെ പരാതിയുമായി കാക്കത്തോട് നിവാസികൾ ഫോറസ്റ്റ് ഓഫീസിലെത്തി. കാഞ്ചിയാർ റേഞ്ച് ഓഫീസർ കാക്കത്തോട് ഫോറസ്റ്റ് ഓഫീസിലെത്തിയതറിഞ്ഞാണ് കർഷകർ സംഘടിച്ച് എത്തിയത്. 2 ദിവസത്തിനകം പ്രശ്നം പരിഹരിക്കുമെന്ന് റേഞ്ച് ഓഫീസർ KV രതീഷ് കർഷകർക്ക് ഉറപ്പു നൽകി. ഉപ്പുതറ കാക്കത്തോട്ടിൽ കാട്ടാന ശല്യം തുടരുകയാണ്. കാട്ടാനയുടെ ശല്യം കാരണം കർഷകർ പൊറുതിമുട്ടിയിരിക്കുകയാണ്. രാത്രികാലങ്ങളിൽ സ്വൈര്യമായി ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. കർഷകരുടെ ജീവനും സ്വത്തിനും യാതൊരു സുരക്ഷയുമില്ലാത്ത അവസ്ഥയിലാണ്. കർഷകരുടെ ദുരിതത്തിനും യാതൊരു പരിഹാരമില്ലാത്ത അവസ്ഥയിലാണ്. ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് കാഞ്ചിയാർ റേഞ്ച് ഓഫീസർ സ്ഥലത്തെത്തിയതറിഞ്ഞ് കർഷകർ സംഘടിച്ച് ഫോറസ്റ്റ് ഓഫീസിലെത്തി തങ്ങളുടെ ആവലാതിയുടെ കെട്ടഴിച്ചത്. സ്വകാര്യ വ്യക്തി ഫെൻസിംഗിന് കേടുവരുത്തിയതാണ് തിരിച്ചടിയായത്. 2 ദിവസത്തിനകം കരാറുകാരനെത്തി തകരാർ പരിഹരിക്കുമെന്നും ജനങ്ങൾ സംയമനം പാലിക്കണമെന്നും റേഞ്ച് ഓഫീസർ KV രതീഷ് പറഞ്ഞു. ഇവിടെ 2 കിലോമീറ്റർ നമുക്ക് ഹാങ്ങിങ് ഫെൻസിംഗ് ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു ജോർജ് എന്ന് പറയുന്ന നമ്മുടെ ഒരു കർഷകനുണ്ട്. അദ്ദേഹം അവിടെ ഈ ഫെൻസിങ് തമ്മിൽ കൂട്ടി ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ചാർജ് ഇറങ്ങിപ്പോയി. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് മഴയാണ്. ഇനിയിപ്പോൾ നാളെ വരെയാണ് മഴയായിരിക്കും. അപ്പോൾ മഴയുടെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നത് വൈകുന്നേരത്തെ നമ്മൾ ചാർജ് ചെയ്തിട്ട് ഒരു 12 ആകുമ്പോഴത്തേക്കിനെ ഓട്ടോമാറ്റിക്കലി കട്ടാകുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഫുൾ ഡിസ്ചാർജ് ആയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഉള്ളൊരു പ്രശ്നം ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ അവരെ അറിയിച്ചിട്ടുണ്ട്. വീണ്ടും അവർ 2 ദിവസത്തിനുള്ളിൽ വന്നിട്ട് അത് വീണ്ടും അത് ഫുൾ ചാർജ് ഇട്ടിട്ട് വേണം ഇനി അത് കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട്. അതുവരെ ഉള്ള ആളുകളോട് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കാക്കത്തോട് നിന്നുള്ള ക്യാമ്പിംഗ് എന്നുള്ള സ്റ്റാഫുകൾ ഇന്ന് വൈകിട്ട് ഈ ഭാഗത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഉണ്ടാവും. റേഞ്ച് ഓഫീസറുടെ വാക്ക് വിശ്വസിച്ച് ജനങ്ങൾ പിരിഞ്ഞുപോയി. 2 ദിവസത്തിനുള്ളിൽ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരം നടത്താനാണ് പ്രദേശവാസികളുടെ തീരുമാനം. ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ.